കഞ്ചാവിനും മയക്കുമരുന്നിനും എതിരെയുള്ള ഒരു പോരാട്ടം പോലെ ഇപ്പോൾ സർക്കാർ അത് ഏറ്റെടുത്ത ഒരു ലക്ഷണത്തിലാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഇതിനൊന്നും രാഷ്ട്രീയം നോക്കരുത്. ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആരാന്ന് വെച്ചാൽ അവൻ്റെ രാഷ്ട്രീയം ഒന്നും നോക്കേണ്ട കാര്യമില്ല. കഞ്ചാവ് കൈവശം വെക്കുകയും അതുപോലെ തന്നെ കഞ്ചാവ് വിപണനം നടത്തുകയും ചെയ്യുന്നവൻ്റെയും രാഷ്ട്രീയം നോക്കരുത്. ഇത് വാങ്ങുന്നവൻ്റെയും രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമുക്ക് പോകേണ്ടതിൻ്റെ തലപ്പത്ത് നിന്ന് നുള്ളുവാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അല്ലാതെ താഴെ കീഴ്ഘടകത്തിൽ നിന്ന് മാത്രം ഇത് പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷേ കീഴ്ഘടകത്തിൽ ഇതിൻ്റെ ഉപയോഗ സാധ്യതകൾ കുറയ്ക്കാൻ നമ്മുടെ സമൂഹം വിചാരിച്ചാൽ നടക്കും. അതാണ് വേണ്ടത്. സമൂഹത്തിൽ ഇത് അത്രയും വൃത്തിയിട്ട ഒരു കാര്യമാണ്. ആ ചെയ്യുന്നവനൊരു സാമൂഹിക ജീവിയല്ല, അതായത് ഇത് വിൽപ്പന നടത്തുന്നവനും ഇത് ഉപയോഗിക്കുന്നവനും ഒരു സാമൂഹിക ജീവിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് പുറത്തേക്ക് കൊണ്ടുവരണം. കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആക്ഷേപം സഹിച്ചെങ്കിലും കുറേ പേരെങ്കിലും അതില്ലാതാക്കും. അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാർ പറയും, എടാ നീ കാരണം ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നു. ഈ സമൂഹത്തിൻ്റെ ഒരു സഹായം നമുക്ക് കിട്ടുന്നില്ല. അത് കാരണം നീ ഇവിടുന്ന് നീ അങ്ങ് എവിടെ പോയിക്കൊള്ളണം, അല്ലെങ്കിൽ നീ ഇത് നിർത്തണം എന്ന് പറഞ്ഞാൽ കുറേ എണ്ണമെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് പുറകോട്ട് മാറാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. ഞാൻ ഏറ്റവും നല്ല ഒരു കാര്യം ഇപ്പോൾ കണ്ടത്, അതായത് മതങ്ങൾക്ക് പല കാര്യങ്ങളിലും മനുഷ്യനിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. പക്ഷേ ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടാക്കുന്ന മതങ്ങളെ ഏറ്റവും മോശമായ, അതായത് അതിൻ്റെ മൂല്യങ്ങളല്ല, മോശമായ വശങ്ങൾ ആളുകളിലേക്ക് കുത്തിക്കയറ്റി അവരുടെ മനസ്സിനെ വേര് കെട്ടി മറ്റു മതങ്ങളിൽ നിന്ന് തിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം ഇപ്പോൾ കാണാനിടയായി. അതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഭീമാപ്പള്ളി ജമാഅത്ത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു വലിയ ജമാഅത്താണ്, ഒരു വലിയ പള്ളിയാണ്. അവിടെ ഒരുപാട് നാനാജാതി മതസ്ഥര്, അവിടെ മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാ മതങ്ങളിൽപ്പെട്ടവരും അവിടെ ചെല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് അവിടെ കാണിക്കേണ്ടത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഒരുപാട് വർഷങ്ങളായി അവിടെ പോയിട്ട്, എന്നാലും പണ്ട് ഞാൻ കണ്ടേക്കുന്നതാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് തുടരുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഉറൂസ് ഒക്കെ നടത്തുമ്പോൾ എല്ലാ ജനങ്ങളും, അത് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, സകല ആളുകളും, സകലമാന ജനങ്ങളും ആ നാട്ടിലുള്ളവർ എല്ലാവരും, അതായത് അവിടെ പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക്സ് ഒരുപാടുള്ള സ്ഥലമാണ്. മീൻ പിടിക്കുന്ന തൊഴിലായിട്ടുള്ളവർ, മത്സ്യത്തൊഴിലാളികൾ, അവരും എല്ലാം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഭാഗമാക്കി മാറുമ്പോൾ ഒരു വലിയ ഉത്സവമായിട്ട് തന്നെയാണ് അത് തിരുവനന്തപുരത്ത്. അന്ന് അവിടെ അവധിയും പോലുമാണ്. ആ രീതിയിലാണ് അവിടെ കൊണ്ടു നടക്കുന്നത്. ആ ഭീമാപ്പള്ളി ജമാഅത്ത് ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ ഭരണസമിതി, അതാണ് ഞാൻ പറഞ്ഞത്, തലയിൽ വല്ല ഉള്ളവൻ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ അതിന് വലിയ പ്രത്യേകത ഉണ്ടാവും. അവർ ആ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, അതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ, അതായത് നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ, അപ്പോൾ സിഗരറ്റ് വലിക്കുന്നതെന്ന് പറയുന്നത് അത് പുകയില ഉൽപ്പന്നമാണ്, അതിനകത്ത് ടുബാക്കോ ആണ്, പക്ഷേ അത് നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ, അതിനവരുടെ പേരിൽ അങ്ങനെയുള്ള ആളുകളെ ജമാഅത്തിൻ്റെ അംഗത്തിൽ നിന്ന് മാറ്റി നിർത്തണം. എന്ന് വെച്ചാൽ ജമാഅത്തിൽ നിന്ന് പുറത്താക്കുകയാണ്, എക്സ്പെൽ ചെയ്യുകയാണ്. അപ്പോൾ ജമാഅത്തിൽ നിന്ന് എക്സ്പെൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ. പ്രത്യാഘാതം എന്ന് പറയുന്ന ഒന്ന്, അവൻ്റെ വീട്ടിൽ ഒരാൾ മരിക്കുന്നു, അത് തന്നെ ജമാഅത്തൊക്കെ അതിൽ ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഒരു മൃതദേഹം അടക്കാനാണെന്നുണ്ടെങ്കിൽ, ഒരു മയ്യത്ത് സംസ്കരിക്കാനാണെങ്കിൽ ഒരു ജമാഅത്തും അതിനെ ഒന്നും എതിർക്കത്തില്ല. അതിപ്പോൾ ഒരു ജമാഅത്തിലെ അല്ലെങ്കിൽ പോലും ഒരു മയ്യത്ത് ഒരിടത്ത് സംസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ സംസ്കരിക്കും. അത് ആ ജമാഅത്തിലെ അംഗങ്ങൾ ആവണമെന്നൊന്നുമില്ല. അതൊഴിച്ച് ഇപ്പോൾ വിവാഹം നടക്കണമെങ്കിൽ ഇവിടെ ജമാഅത്തിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ വിവാഹം നടക്കത്തില്ല. കാരണം അത് ഇപ്പോൾ ഒരുത്തന്നെ പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ ആ അപ്പുറത്തെ മറ്റേ ജമാഅത്തുകാർ ഇവിടുന്ന് ലെറ്റർ വായിച്ചു കൊടുക്കാൻ പറയും. ഇവിടുന്ന് ലെറ്റർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ജമാഅത്തിലൊന്നുമല്ല, മുസ്ലിമല്ല, കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാഴ്ചപ്പാടെടുക്കും. വളരെ ബുദ്ധിമുട്ടാണ് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് വിവാഹങ്ങൾക്ക്. അങ്ങനെ വരുന്ന ഉടനെ ഇത് ഞാൻ പറഞ്ഞത്, കുറേ പേരെങ്കിലും ഇങ്ങനൊരു പ്രശ്നം വന്നാൽ അത് ഒഴിവാകും. ആ വീട്ടിൽ അവർ കയറുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്, വലിയ പ്രശ്നമാണ്. കാരണം അവരെ ഒരു എക്സ്കമ്മ്യൂണിക്കേഷൻ അല്ല, എന്നാൽ പോലും ഏതാണ്ട് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇത് മാറും. അല്ലെങ്കിൽ പോയി വേറെ ഏതെങ്കിലും, ഒരിക്കൽ ഇതൊന്നും പുറത്താക്കിയ വേറെ ഏതെങ്കിലും ജമാഅത്തിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ജമാഅത്തിലെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുന്ന് പുറത്താക്കിയ ഞങ്ങൾ ഇവനെ താണ്ടെ ഈ മദ്യപിച്ച് നടക്കുക,
അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ കഞ്ചാവ് വലിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ MDMA ഉപയോഗിക്കുക, അതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കിയാന്ന് എഴുതി കൊടുത്താൽ വേറെ കൊള്ളാവുന്ന ഒരു ജമാഅത്തും, കൊള്ളാവുന്നതല്ല ഒരു ജമാഅത്തും കേരളത്തിലെ വേറെ എടുക്കത്തില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അതായത് ഇതിപ്പോൾ എങ്ങനെ ഇവരെ കണ്ടാൽ ഇവരെ തിരിച്ചറിയും എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയാം, വളരെ പ്രസക്തമായ കാര്യമാണ്. ശിക്ഷ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇതിനകത്ത് പ്രശ്നം. FIR ഒരുത്തൻ്റെ പേര് രജിസ്റ്റർ ചെയ്താൽ ഞങ്ങൾക്ക് അത് മതി. ഇപ്പോൾ ഉദാഹരണമായിട്ട് അബ്കാരി കേസ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ കേസ്, NDPS കേസ്, അതായത് കഞ്ചാവ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ, അതുപോലെ നിരോധിക്കപ്പെട്ട ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച കേസിലെ കാര്യത്തിന് ഒരാളുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്താൽ അത് മതി. അവർ പറഞ്ഞാൽ അത് മതി. FIR രജിസ്റ്റർ ചെയ്തല്ലോ, ചുമ്മാ നടന്ന് വെറുതെ പോകുന്നവരുടെ പേരിൽ ആരും FIR രജിസ്റ്റർ ചെയ്തില്ല. ഇപ്പം അവർക്ക് അതുകൊണ്ട് ആ പോലീസിനെ എക്സൈസിനെയൊക്കെ അവർക്ക് ആ രീതിയിലുള്ള വിശ്വാസം ആയി തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേസ് ശിക്ഷയാവുന്നില്ല. പക്ഷേ അത് ശിക്ഷിക്കണമെന്നൊക്കെ നമ്മൾ ഓരോ കാര്യത്തിൽ പറയുമല്ലോ. ഇവിടെ ഒരാൾ അത് FIR രജിസ്റ്റർ ചെയ്തല്ലേ ഉള്ളൂ, അന്വേഷണം നടക്കട്ടെ. ഇതൊന്നും അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എടുത്ത ഒരു തീരുമാനമാണ്. ഈ കഴിഞ്ഞ 3 മാസത്തിനകത്ത് ഇവർ ചാർജ് എടുത്തതിന് ശേഷം 12 പേരെയാണ് എക്സ്പെൽ ചെയ്തത്. അതായത് പ്രാഥമിക അംഗത്തിൽ നിന്ന് അവരെ നീക്കി. എന്നുവെച്ചാൽ ജമാഅത്തിൽ അംഗത്വമേ ഇല്ല, അവർ ഈ ജമാഅത്തിലെ ആളുകളല്ല. ഈ ഒരു കാഴ്ചപ്പാട് അവരെടുത്തു. വളരെ വലിയൊരു തീരുമാനമാണ്, നല്ലൊരു തീരുമാനമാണ്. എൻ്റെ അഭിപ്രായത്തിൽ പരസ്പരം പോരടിക്കാതെ എല്ലാ മതസ്ഥാപനങ്ങളും മത നേതാക്കളും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്താൽ ഇതിനൊരുപാട് കുറവ് വരും. അല്ലെങ്കിൽ ഇത് പിടിക്കുന്നതുണ്ടല്ലോ, അത് കൂടുതലും മുസ്ലിങ്ങളുടെയാണ്, അല്ലെ കൂടുതലും ക്രിസ്ത്യാനികളുടെയാണ്, അല്ലെ കൂടുതൽ ഹിന്ദുക്കളുടെയാണ്. ഇതല്ല വേണ്ട കാഴ്ചപ്പാട്. അപ്പം ഇത് ആര് കൂടുതൽ ഉപയോഗിച്ചു അല്ലെ കൂടുതൽ ആരെടുത്തു എന്നുള്ളതല്ല, അവനൊരു മനുഷ്യനാണല്ലോ, ഈ സമൂഹത്തിലുള്ളവനാണ്, അവനെ ഒതുക്കണം. അതിനു വേണ്ടിയുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും വിചാരിച്ചാൽ നടക്കും ഉള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതാണ് ഈ ഭീമാപ്പള്ളിയിലെ അവരുടെ ആ ഭരണസമിതി എടുത്തേക്കുന്നത്. അവരെ വളരെയധികം നമുക്ക് അതിനകത്ത് പ്രശംസിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും വെറുതെ വിടരുത്. കാരണം ഇവരൊന്നും സമൂഹത്തിന് യാതൊരു ഉപയോഗവും ഇല്ല അവരെ കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് അവരെ ഒന്ന് ഒഴിവാക്കിയെടുക്കാം. വളരെ നല്ലൊരു തീരുമാനമാണ്. ഇതുപോലുള്ള തീരുമാനങ്ങളാണ് എല്ലാ മതസ്ഥാപനങ്ങളും മത നേതാക്കളും സ്വീകരിക്കേണ്ടത്. കണ്ണടച്ചുള്ള ഒരു തീരുമാനം വേണം. ഇത് ആരുടെ പേർക്ക് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അവരിവിടെ വേണ്ട, ഞങ്ങളുടെ ഇതിലല്ല, ഒന്നുകിൽ ഞങ്ങളുടെ ശാഖയിലല്ല, തീർന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലെ അവനെ ഞങ്ങളുടെ സംഘത്തിൽ ഞങ്ങൾ കൂട്ടുന്നില്ല, മതി. അതുപോലെ തന്നെ അവനെ ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ അവനിവിടുന്ന് അവനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് അവനെ വെളിയിൽ പുറത്താക്കുക. അപ്പോൾ ഇതിന് മതവും ജാതിയൊന്നുമില്ല. ഇന്ന് നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ മതി, MDMA ഒക്കെ പിടിച്ചേക്കുന്നതും ഒക്കെ നോക്കണം. എല്ലാ മതങ്ങളിൽപ്പെട്ടവനുമുണ്ട്, എല്ലാ മതങ്ങളിൽപ്പെട്ടവരുമുണ്ട്. ഇത് മതമൊന്നും അല്ല ഇതിൻ്റെ കാരണം. പക്ഷെ മതങ്ങൾ വിചാരിച്ചാൽ ഇതിനെ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ 12 പേരെ ഒഴിവാക്കിയല്ലോ. ഇപ്പോൾ അവിടുന്ന് കേസ് പിടിക്കുന്നത് വളരെ കുറവായിരുന്നു. കാരണം പിടിച്ചു കഴിഞ്ഞാൽ സംഭവം പ്രശ്നമാണ്. FIR ആയിപ്പോയോ പിന്നെ പള്ളി കയറാൻ പറ്റത്തില്ല, വേറെ കുഴപ്പം. നിന്നെ ഇവിടെ വേണ്ട, നീ ഈ ജമാഅത്തിലല്ല. പിന്നെ നമസ്കരിക്കണമെങ്കിൽ ഒരുത്തിനും ഏത് പള്ളിയിലും കയറാം. പക്ഷേ അവനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നു. സത്യത്തിൽ ഒറ്റപ്പെടുത്തലാണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു വിധത്തിലുള്ള ഒരു ശിക്ഷയാണ് അല്ലെന്ന് നമുക്ക് പറയാം. കാരണം അതല്ല വേണ്ടതെന്ന്. പക്ഷേ ഇതുമൂലം പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കണ്ണടച്ച ഇതുപോലെ ഉള്ള തീരുമാനങ്ങൾ കണ്ണടച്ചുകൊണ്ട് എടുക്കണം. അതാണ് വേണ്ടത്. അതാണ് ഭീമാപ്പള്ളിയിലെ അവരുടെ ഭരണാധികാരികൾ ചെയ്തത്. എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സധൈര്യം മുമ്പോട്ട് പോവുക. കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് പിന്നെ കേസൊക്കെ വെറുതെ വിട്ടിട്ട് കേസ് വെറുതെ വിടുന്നുകൊണ്ട് കാര്യമില്ല. അവൻ നിരപരാധിയാണെന്നുള്ളൊരു കാഴ്ചപ്പാട് അതിലുണ്ടെങ്കിൽ പ്രവേശിക്കുക, ഇല്ലെങ്കിൽ വേണ്ട, അവനൊക്കെ പോട്ടെ, ഇവനൊന്നും വേണ്ട. കാരണം ഇവനെയൊന്നും ഇതിന് കൊണ്ടുനടക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത്, ഈ റംസാൻ മാസത്തിൽ എത്രയോ മുസ്ലിങ്ങളാണ് ഇതിനകത്തിപ്പോൾ പിടിക്കപ്പെടുന്നത്. ഇവനൊന്നും കാണാൻ മുസ്ലിമാണോ? ഇവനൊന്നും മതത്തിൻ്റെ അനുയായികളോ മതം കൊണ്ടു നടക്കുന്നവനൊന്നുമല്ല. ബഹളമുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും ഈ സമുദായത്തെ ആക്ഷേപിക്കാനുമായിട്ട് നടക്കുന്ന ജന്മങ്ങൾ എന്ന് കരുതിയാൽ മതി. അങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി ജമാഅത്തുകൾ സ്വീകരിക്കണം. ഇത് ഭീമാപ്പള്ളി ജമാഅത്തിൻ്റെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ,
മറ്റെല്ലാ ജമാഅത്തുകളുടെയും കണ്ണു തുറപ്പിക്കട്ടെ. അതുപോലെ മറ്റെല്ലാ ക്രിസ്ത്യൻ പള്ളികളെയും കണ്ണു തുറപ്പിക്കട്ടെ. മറ്റെല്ലാ സമുദായ സംഘടനകളെയും മതസംഘടനകളുടെയും കണ്ണു തുറപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.